ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ കർണാടകത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമാണല്ലോ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ടാണ് കർണാടകത്തിന് പ്രത്യേക ശ്രദ്ധ, അല്ലേ, കർണാടകത്തിലെ പ്രചാരണത്തിന് പ്രത്യേക ശ്രദ്ധ പ്രധാനമന്ത്രി നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് കർണാടകത്തിൽ ഗ്യാരണ്ടികൾ നടപ്പിലാക്കി എന്ന് കോൺഗ്രസ് സർക്കാർ അവകാശപ്പെടുകയാണ്. അത് തടയുന്നതിന് വേണ്ടി കൂടിയാണല്ലോ ഇപ്പോൾ കർണാടകത്തിൽ ഇങ്ങനെ ഈ മുസ്ലിം പ്രീണനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മുസ്ലിം വിഭാഗങ്ങളെ OBCയിൽ ഉൾപ്പെടുത്തുവാൻ കോൺഗ്രസിന് തീരുമാനം വന്നിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നത്. അല്ല, ഇതിൻ്റെ കർണാടക എത്രത്തോളം ഈ പറയുന്ന സോക്കോളം മൈനോറിറ്റീസിന് കൊടുത്ത വാഗ്ദാനം തന്നെ കോൺഗ്രസ് നിറവേറ്റി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇടയ്ക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രം ധരിക്കുന്ന കാര്യം ബന്ധപ്പെട്ടായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായത്. അതൊക്കെ ഒരു സോൾവ് ചെയ്തെന്ന് അറിയാം. ഞാൻ റീസെൻ്റ് ഇലക്ഷന് മുമ്പുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോക്കിയ സമയത്ത് പല പ്രോമിസും ഇപ്പം പ്രോമിസായി തന്നെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുമോ, അവരെ സംബന്ധിച്ച് അവർ ഇത്രയും കാലം ഈ രാജ്യം ഭരിക്കുകയുണ്ടായി. ഈ ടോക്കണിസം അല്ലാതെ ഉള്ളോട്ട് സച്ചാ കമ്മീഷൻ പിന്നെ റിപ്പോർട്ട് പോലെ ഒരു സച്ചാ കമ്മീഷൻ പോലെ കമ്മീഷനെ നിയമിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും കാലം കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു, ജനതാദളുകാർ കുറച്ചു നേരം ഭരിച്ചു, BJPക്കാർ കുറച്ചു നേരം ഭരിച്ചു. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി കാര്യമായിട്ട് ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അന്തുലയായി, അല്ല ജാഫർ ഷെറീഫ് റെയിൽവേ വകുപ്പ് വന്നു. ശരിയാണ്, ഇവരൊക്കെ അംബേദ്കറിനൊക്കെ പോലെയൊക്കെ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരങ്ങൾ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അവരതല്ലേ ചെയ്തിട്ടുള്ളത്. ഈ അന്തുലയൊക്കെ തന്നെ വലിയ വലിയ അഴിമതി ആരോപണങ്ങളും അധോലോകമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള നെക്സസ് ആയിരുന്നവരുടെ കഥകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുള്ളതാണ്. അവരെ വളർത്താൻ ശ്രമിച്ചു. ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ഉണ്ടാകും, മുസ്ലിം ഏരിയയിൽ ഒരു കലാപം ഉണ്ടാകുന്നു. അതിൻ്റെ ആ കലാപത്തിന് അപ്പുറത്ത് മറ്റേ കാവി കൊടിയൊക്കെ ആയിരിക്കും, ഇപ്പോൾ അത് പച്ച കൊടിയൊക്കെ ആയി. പക്ഷേ ഇതിന് പിന്നിൽ കളിച്ച വേറെ പലരുമാണ്. അങ്ങനെ ഈ പാവങ്ങൾ ഈ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടു. ഓരോ ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കും. ഈ വാഗ്ദാനങ്ങൾക്കപ്പുറം ഈ കുടുംബത്തിൽപ്പെട്ട ഈ എലീറ്റ് കുടുംബത്തിൽപ്പെട്ട കേരളത്തിലുണ്ട് ചില നേതാക്കന്മാർ. പിന്നെ ഇവർ എസ്പെഷ്യലി കോൺഗ്രസ് തന്നെയാണ്. ഇപ്പം ഈ നിലമ്പൂർ തേക്ക് പോലെയാണ്, അടിക്കാട് വളരാൻ സംഭവിക്കില്ല. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് ആ പ്രദേശത്തെ അവശേഷിച്ച കോൺഗ്രസ് നേതാവായിരുന്നു. മരിക്കുന്നവരെ ആ നിലമ്പൂർ മണ്ഡലത്തിൽ എന്നുവെച്ചാൽ വയ്യാതാകുന്നവരെ വേറെ ആരും മൂപ്പര് സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താണ് അങ്ങനെ പ്രകാശിനെ പോലെയുള്ള മിടുക്കന്മാരെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. പ്രകാശിനെ പോലുള്ള ആളൊക്കെ അവസാനം എങ്ങനെ മരിച്ചത് നമുക്ക് ഒരു MLA ഒന്നും ആകാതെ മരിച്ചത്. അതുപോലെ സമുദായത്തിൽ തന്നെ എത്ര ആളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ സ്ഥിതി കുറച്ചുകൂടി ഭേദമാണ്. കാരണം മീഡിയേറ്റ് ചെയ്യാൻ ഒരുപാട് മറ്റു സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്. ഉത്തരേന്ത്യയിൽ അതല്ല, ഇവരെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മക്കൾ. അപ്പോൾ ആ രീതിയിൽ ഒരു ക്രൈമിനെ ഉണ്ടായിക്കൊണ്ടുവരികയും ആ ക്രൈമിൻ്റെ വളർച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളർച്ച ഇവർ ചിത്രീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ചർച്ചാ കമ്മീഷൻ റിപ്പോർട്ട് വേണ്ടി വന്നത്. ഈ ചർച്ചാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത് നടപ്പിലാക്കിയ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ, ഇത് വളരെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. 70s ചെയ്ത ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഇത് അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് BJP ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദിയുടെ അണ്ടറിലുള്ള തീവ്ര ഹിന്ദുത്വവാദം അതിശക്തമായിട്ട് ഹിന്ദുസിൻ്റെ ഇടയിൽ പോപ്പുലറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മുസ്ലിം നിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൊടുത്ത സ്കോളർഷിപ്പ് എല്ലാം തന്നെ അതൊരു മുസ്ലിം പ്രീണനമായിട്ട് അവർക്ക് ആ ഒരു ഘട്ടത്തിൽ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഇത് 80s അങ്ങനെ അവർക്ക് പറ്റില്ലായിരുന്നു. ആ രീതിയിൽ അത്ര ശക്തമായിരുന്നില്ല. അത് ഈ ബാബറി മസ്ജിദിൻ്റെ കത്തി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ പല കാര്യങ്ങളിലും മുസ്ലിംസിനെ വെറും വോട്ട് ബാങ്ക് മാത്രമായി കണ്ടുകൊണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം സംസാരിക്കുകയും അങ്ങനെ സമുദായം പിന്നോക്കം പോയി ചെയ്യുന്നൊരവസ്ഥ വന്നു. ഈ പിന്നോക്കം പോകുന്ന അവസ്ഥ കൊണ്ടാണ് സത്യത്തിൽ ഇവർ അവസാനം ഈ മാടമ്പികളുടെ ക്ലബിലേക്ക് OBC രാഷ്ട്രീയക്കാരൻ്റെ ക്ലബിലേക്ക് പിന്നെ 90s ഓടിക്കേറിയത്. ഇത് കോൺഗ്രസിന് പറ്റിയ പരാജയം. 2, പൗരത്വ നിയമം. BJP പൗരത്വ നിയമം കൊണ്ടുവന്നുകൊണ്ടാണ് അതിന് മതം ഒരു മാനദണ്ഡമായി. ഇപ്പം പറയുന്നുണ്ട് സംവരണത്തിലും മതം മാനദണ്ഡമാവില്ല. റൈറ്റാണ്, മാനദണ്ഡമാകരുത്. ഭരണഘടനയിൽ ഒരു രാജ്യത്തൊരു പൗരത്വം കൊടുക്കുമ്പോൾ അവിടെയും പിന്നെ മതം മാനദണ്ഡമാവരുത്. നിങ്ങൾ മറ്റൊരു മാനദണ്ഡമാക്കി എടുത്തോ. മനസ്സിലായില്ലേ? അപ്പം ഇത് കോൺഗ്രസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. കാരണം എന്താ വെച്ചാൽ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദുക്കളുടെ സ്ഥിതി, ബംഗ്ലാദേശിൽ അകപ്പെട്ടു പോയ ഹിന്ദുക്കളുടെ സ്ഥിതി ഭയങ്കര കഷ്ടമായിരുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാട്ടും കഷ്ടമായിരുന്നു. പോപ്പുലേഷൻ ഡ്രാസ്റ്റിക് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അവസാനം ഇവരെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ഇവരെ സൗകര്യത്തിനുണ്ടാക്കി. അതുപോലെ തന്നെ ബംഗ്ലാദേശ് പിന്നെ ബംഗാൾ ബോർഡറിലുണ്ടായിരുന്ന എൻക്ലേവുകളുണ്ട്. നോമാൻസ് ലാൻഡിലെ പൗരന്മാർ, പാവപ്പെട്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളും, അവരാർക്കും എന്തും ചെയ്യാം. ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ബംഗ്ലാദേശായിട്ട് എല്ലാ കാലത്തും നമുക്ക് നല്ല ബന്ധമാണ്. കോൺഗ്രസ് ആയിരുന്നു, ചെയ്തില്ല. അവസാനം മോഡി വന്നപ്പോൾ അയാളെ ചെയ്തു. പക്ഷെ അതിൽ വലിയ വർഗീയതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വളരെ ഡീസൻ്റായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിച്ചില്ല.
അത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ കുറച്ച് എലീറ്റിനെ മാത്രം വളർത്തിക്കൊണ്ടുവന്നു. BJPക്ക് സന്ദർഭം കിട്ടിയ സമയത്ത് അവരതെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പലതും അവർ ഇപ്പം റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി എന്തായി പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ജെഎൻയുവിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ കുറേ ബോസന്മാരും അന്ന് അവിടെ ഒരു തീവ്ര ചിന്താഗതി ഇടതുപക്ഷക്കാരായിട്ടുള്ള ചില വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ഇപ്പോൾ മൂപ്പരുടെ പ്രധാനപ്പെട്ട ഉപദേശകരാണ്. രാഹുൽ ഗാന്ധി ശുദ്ധനാണ് കേട്ടോ, കുറ്റം പറയില്ല. മൂപ്പരോട് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ BJP, ടാറ്റ, ബിർള ഇങ്ങനെയുള്ള ആളുകൾ, അംബാനി, അദാനിയൊക്കെയാണ് നോക്കുന്നത്. നമ്മൾ കോട്ട് ബൂട്ട് സർക്കാരാണ്. നമ്മൾ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് പോയിട്ട് ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ശിവശങ്കരൻ ചോദിക്കും, എന്താ ഈ രാജ്യം ഇത്രയും കാലം ഭരിച്ച ഒന്നുങ്ങളെ വല്യാപ്പ, വല്യമ്മ, വാപ്പ, പിന്നെ മറ്റേ മൻമോഹൻ സിംഗിനെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളമ്മ, അന്നപ്പം നിങ്ങൾ ചെയ്തില്ലേ? അപ്പോൾ അത് അങ്ങനെയാണ് ഇത് അപഹാസ്യമാവുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചോണ്ട മുദ്രാവാക്യമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ കാര്യമായിട്ടൊന്നും വിളിക്കുന്നില്ല. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഒക്കെ നല്ലതാണ്. പക്ഷെ എന്തുകൊണ്ട് അന്ന് ചെയ്ത്? രണ്ട്, പിന്നെ ശിവശങ്കരൻ പറയുന്ന പോലെ ഈ സ്വത്തം മൊത്തം എടുത്ത് കൊടുക്കണം എന്നായിരിക്കും. അങ്ങനെ വല്ല ഉദ്ദേശം കോൺഗ്രസ് ഉണ്ടെങ്കിൽ അതൊരു സയന്റിഫിക് ആയിട്ട് അവർ നടപ്പിലാക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിന്റെ അത്രേ ഉള്ളൂ. അല്ല അത് പക്ഷേ പ്രചാരണം നടത്തും, സ്വാഭാവികമായിട്ടും BJP അതിന്മേൽ പ്രചാരണം നടത്തും. ശ്രീ BR അനൂപ്, നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തു കാണിക്കുകയും ചെയ്തു. മതം ഒന്നിനും അടിസ്ഥാനം, ഒരു സെക്കൻഡ്, ഞാൻ ഇത് ഈ മറുപടി കേട്ടിട്ട് താങ്കളിലേക്ക് വരാം. മതം ഒന്നിനും അടിസ്ഥാനമാകരുത് എന്റെ ഊഴമാണ്. എനിക്ക് അല്ല, എന്താ വെച്ചിട്ട് ഞാൻ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഞാൻ ആദ്യം മേടിച്ചതാണ്, അതുകൊണ്ടാണ്. താങ്കളിലേക്ക് വരാം, സമയമുണ്ട്. അനൂപ്, മതം ഒന്നിനും മാനദണ്ഡമാകരുതെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ മതം മാനദണ്ഡമാക്കുന്നത് അല്ലേ OBCയുടെ കാര്യത്തിൽ? അനൂപ്, പെട്ടെന്നുള്ള മറുപടി. അല്ല, OBCയുടെ കാര്യത്തിൽ എങ്ങനെയാണ് മതം മാനദണ്ഡമാകുന്നത്? കർണാടകത്തിൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥയാണ് മാനദണ്ഡം. ഇപ്പൊ കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവ ജനവിഭാഗങ്ങളുണ്ട്. ലത്തീൻ ക്രൈസ്തവർ OBC ആണ്. കാരണം അവർ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അത് മതമല്ല അതിന്റെ മാനദണ്ഡം. എല്ലാ മുസ്ലിം വിഭാഗങ്ങളും മതമാണ് മാനദണ്ഡമാണെങ്കിൽ ഓൾ മുസ്ലിംസ് ആ കാറ്റഗറിയിൽ വരണ്ടേ? അതല്ലല്ലോ. പിന്നോക്ക അവസ്ഥയിൽപ്പെട്ട, നേരത്തെ തന്നെ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന അഷ്റഫ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഉന്നത കുലജാതരായ ഷെയ്ഖുകൾ, സയ്യദുകൾ ഉൾപ്പെടെയുള്ള പലരും അതിന്റെ പുറത്താണ്. ഇത് സാമൂഹികമായ പിന്നോക്കാവസ്ഥയാണ് കർണാടകത്തിലടക്കം ഇവരെ ഉൾപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡം. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ശിവശങ്കറിനെ പോലുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. പിന്നെ ഫക്രുദ്ദീൻ അദ്ദേഹം പറയുന്ന ചില ഫാക്ടുകളുണ്ട്. കോൺഗ്രസ് 50 വർഷം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ ആ 50 വർഷത്തെ ആ ഭരണകാലവും ഇപ്പോൾ BJP ഭരിക്കുന്നതും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാം. എങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്നത്? അവിടെ നടത്തിയ ഈ പറയുന്ന നെഹ്റുവിനെ പോലുള്ള ആളുകൾക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അത് അനിവാര്യതയായിരുന്നു. നെഹ്റു വ്യക്തിപരമായി ഏകീകൃത സിവിൽ കോഡിൽ വിശ്വസിച്ചിരുന്ന ആളാ. പക്ഷേ വിഭജനാനന്തരം ഇന്ത്യയിലെ മുസ്ലിം മതപണ്ഡിതർ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. അങ്ങനെയാണ് മുസ്ലിം വ്യക്തി നിയമം ഉറപ്പ് കൊടുക്കുന്നത്. ഈ ഷബാനു കേസിനെ കുറിച്ചും ശരീഅത്ത് നിയമത്തെ കുറിച്ചും ഒക്കെ ഇദ്ദേഹത്തിന് ഫക്രുദ്ദീൻ അലിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പറയാനുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതെടുത്തൊരു ആംഗിൾ ഉണ്ട്. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിമായി ജീവിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി രാഷ്ട്രത്തിന് നെഹ്റു കൊടുത്ത ഗ്യാരണ്ടിയാണിത്. അതാണ് രാജീവ് ഗാന്ധി കൊടുത്ത ഗ്യാരണ്ടിയാണ് മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത്. ഈ രാജ്യം നിർമ്മിക്കുന്നത് അല്ലല്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം ഫക്രുദ്ദീൻ, താങ്കൾ അതിനെ നോക്കി കാണുന്ന രീതി എനിക്ക് മനസ്സിലാകും. പക്ഷേ വിഭജനാനന്തരം നെഹ്റു രാഷ്ട്രത്തിന് കൊടുത്ത, ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്ത ഒരു ഉറപ്പ്, ഭരണഘടന എന്ന് പറയുന്നത് പോലും വ്യത്യസ്ത ജനസമൂഹങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ്. പക്ഷെ ആ അർത്ഥത്തിൽ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അതിന് അവകാശമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ അതിനെതിരെ പറഞ്ഞതാണ്. അതിന്റെ അവസാനം അദ്ദേഹം എത്തിയത് സംഘപരിവാർ കൂടാരത്തിലാണ്. ഞാൻ എല്ലാ ബഹുമാനവും വെച്ച് ഞാൻ ഫക്രുദ്ദീൻ അലിയോട് ഞാൻ പറയട്ടെ, താങ്കൾ ഉയർത്തുന്ന വാദമുഖങ്ങളും ആത്യന്തികമായി സഹായിക്കുന്ന ആരെയാ?
ചില കാര്യങ്ങളിൽ BJP അല്ല എന്ന് വെച്ച് ഞാൻ മിണ്ടാതിരിക്കണം സമൂഹത്തിലെ തിന്മകൾ കാണുമ്പോൾ ഒരു സമുദായത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിർത്തുമ്പോൾ ആ സമുദായത്തിൽ അല്ല ബ്ലോക്ക് ചെയ്ത് നിർത്താൻ നിങ്ങൾ സഹായിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ? ഞാൻ അത് മാത്രമല്ല, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായമാകണം. അത് മഞ്ജുത്തിനോട് ചോദിച്ചാൽ മതി, മഞ്ജുഷ് ചോദിച്ചാൽ മതി. അല്ല, ചിലത് CPM-ന് സഹായമാകാറുണ്ട്. എന്നെ സംബന്ധിച്ച സമൂഹത്തിന്റെ ഫ്ലോ ഈ സമുദായത്തെ മഹാഭൂരിപക്ഷം സ്ത്രീകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. അതായത് ഈ തുർക്കി പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പോലും വളരെ പ്രോഗ്രസീവായി ഇടപെട്ട ഒരു കാര്യം. നമ്മുടെ രാജ്യത്ത് ഒരു കോടതി ഇടപെട്ട സമയത്ത് കോൺഗ്രസിനെ പോലെ ഒരു സെൻട്രിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് പാർട്ടി, സെൻട്രിസ്റ്റ് ലെഫ്റ്റിസം ആണല്ലോ ഈ പിന്നെ ഫാബിയൻ സോഷ്യലിസം ആണല്ലോ ഈ നെഹ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു പാർട്ടി ഇത്തരം ഒരു സമീപനമാണോ എടുക്കേണ്ടത്? അല്ലെങ്കിൽ ഈ സമീപനം മാറ്റാൻ നിങ്ങൾ എന്തെങ്കിലും ടൈം നിശ്ചയിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് 40 വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇത്, അല്ല 20 വർഷം കഴിഞ്ഞ ഉടനല്ലോ. ശരിയാണ്. അത് മാത്രമല്ല ഈ 90കളുടെ തുടക്കം വരെ, 90കളുടെ ഒരു മധ്യഭാഗം വരെ ഇങ്ങനെ ഒരു കാര്യമില്ലായിരുന്നല്ലോ. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന രീതിയിൽ ഈ OBC-ക്കാർ എടുത്തിടാൻ തുടങ്ങിയുള്ളൂ. വളർത്തിക്കൊണ്ടുവന്ന ആളാ ഫക്രുദ്ദീൻ അലി. അങ്ങനല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുന്ന ആളല്ല, രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ സത്യസന്ധമായി വർത്താനം പറയില്ല. മനസ്സിലായോ? അല്ലല്ല, അദ്ദേഹം വസ്തുത ചൂണ്ടിക്കാണിച്ചേ പറയാറുള്ളൂ. അത് എല്ലാവരെയും വിമർശിക്കാറുണ്ട്. വിഷയാധിഷ്ഠിതമാണ്. ഞാൻ